ഗൈസ് വാട്സാപ്പ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വീക്കെൻഡ് സ്കിൻ കെയർ റൊട്ടീനാണ്. ബേസിക്കലി ഇത് ടീനേജേഴ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. ഞാൻ വീക്കെൻഡ്സിൽ ഇങ്ങനെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാറുണ്ട്. സോ ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫേഷ്യൽ റേസർ യൂസ് ചെയ്യണതിന് മുന്നേ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അലോവേറ ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ആയാൽ മതി. ഞാനിപ്പം പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഓക്കെ ഗൈസ് ഞാനിവിടെ ഒരു ഓർഡിനറി ഫേഷ്യൽ റേസേഴ്സാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ 45 ആംഗിളിൽ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടാണ് ചെയ്യും. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധം, നല്ലപോലെ മുറിയും ഗൈസ്. അത്യാവശ്യം ഫേഷ്യൽ റേസേഴ്സ് ഉണ്ട്, കുറച്ച് പാടുണ്ട്. സോ ഞാൻ അത് ഫുൾ എടുത്ത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഫേഷ്യൽ ഹെയർസ് ഫുൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ സ്കിന്നിൽ ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ഐസ് ആണ് വയ്ക്കാറ്. പിന്നെ ഇപ്പോൾ ഐസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലാത്തത് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഫേസിലൊരു വെട്ടം, ഒരു ഗ്ലോ വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഫേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടാനുണ്ട്. ഞാൻ സ്കൂളിൽ ഡെയിലി പോയിട്ട് വരുന്നത് കൊണ്ടിട്ട് തന്നെ വീക്കെൻഡ്സ് നിറച്ച് ടാൻ ഫേസിലാണെങ്കിലും ഹാൻഡ്സിലും നമുക്ക് ആ ഡിഫറൻസ്, എൻ്റെ പാച്ച് കെട്ടുന്ന സ്ഥലവും പാച്ച് കെട്ടാത്ത സ്ഥലവും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നല്ല പോലെ ടാനുണ്ട് ഫേസ് മാത്രമല്ല ബോഡി ആണെങ്കിലും നല്ല ടാനുണ്ട്. അപ്പം ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്നത് ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് വീക്കെൻഡ്സിൽ ഞാൻ ചെയ്യുന്ന ഒരു റൊട്ടീൻ, ഒരു ഫേസ് പാക്ക് അത് കാണിച്ചാൽ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പം ഓട്സ് ആണ്. ഓട്സ് അത് എന്തുകൊണ്ടിട്ടോ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, അങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഓട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ടാനൊക്കെ റിമൂവായി ഓക്കെ ആയിട്ട് വരും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ക്രബ്ബ്, ഒരു എക്സ്ഫോലിയേറ്റ്, ഒരു സ്ക്രബ്ബ്, ഒരു ഫേസ് പാക്ക്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സൺ ടാൻ റിമൂവ് ചെയ്യാൻ,
അതുപോലെ മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ അടിപൊളി സാധനമാണ്. മിക്കുള്ളവരുടെ വീട്ടിലും ഓട്സ് കാണും. അപ്പം നമുക്ക് അത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര നല്ല കാര്യമല്ലേ. ഞാനപ്പോൾ അതാണ് യൂസ് ചെയ്യാറ്. ഫസ്റ്റ് സ്ക്രബിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഓട്സും പാലും മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി നല്ലൊരു റെമഡി ആണ്. രണ്ടാമത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബാണ്. സ്ക്രബിന് വേണ്ടിയിട്ട് ഓട്സും തേനും പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ക്രബായിട്ട്. തൈരുമാണ്. തൈര് ആക്ച്വലി സ്കിന്നിൽ ടാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ അടിപൊളി സാധനമാണ് തൈര്. അപ്പം ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഫേസൊക്കെ നേരത്തെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടായിരുന്നു. അപ്പം ഞാൻ ഫേസൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കാണാൻ പറ്റുന്നുള്ളൂ. എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓട്സും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഓട്സ് നല്ല കൊന്നിട്ടുണ്ട് ഇതിൽ നല്ലോണം. അത് നമുക്ക് കാണാൻ പറ്റൂലേ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓട്സ് പാല് പിന്നെ നല്ല പാല് തിളപ്പിച്ച പാലല്ലേ, പച്ചപ്പാല്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ ഗൈസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് ഫേസിലിടുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടാവും. നല്ല കളറല്ലേ, ഇഷ്ടപ്പെട്ടു. ഗൈസ് നമ്മൾ ഇത് ഫേസിലിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫേസ് അത്രയും മതി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഉള്ള ഫേസ് ഫുൾ എന്തൊരു സാധനമായാലും നമ്മൾ ഫേസിൽ ഇടുന്നുണ്ടെങ്കിൽ അതുപോലെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാത്തതിൻ്റെ കാര്യം ഈടെയാണ് ഡ്രസ്സ് ഫുൾ ചെയ്ത്, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. ആക്ച്വലി നല്ലൊരു മണം വരും ഗൈസ് ഇടുമ്പോൾ. ഗൈസ് ഇത് എത്രത്തോളം സൗണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല. മാക്സിമം ഞാൻ സൗണ്ട് ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഉടനെ ഒരു ഇത് വാങ്ങണം ഗൈസ്. മൈക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്താലേ ഞാൻ മൈക്കൊക്കെ വയ്ക്കാൻ പറ്റില്ല. ഈ ചുമ്മാ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. സപ്പോർട്ട് ചെയ്യണേ ഗൈസ്.
എന്ത് നിങ്ങൾ ഫേസ് പാക്ക് നിങ്ങൾ ഫേസിലിട്ടാലും നെക്കിലും അതുപോലെ ചെവിയിലും ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം കയ്യിലിട്ടാലോ എന്ന് ആലോചിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കഴുത്ത് വേറെ കളറായിരിക്കും. നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബിനുള്ളത് നോക്കാം. ഞാൻ ഈ പാത്രം വാഷൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ഒരു സ്ഥലത്തിട്ടല്ലേ, ഒരേ സാധനങ്ങളായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ ഇതിലോട്ട് കുറച്ച് ഇതിനകത്തോട്ട് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ആക്ച്വലി അത്രയും വേണ്ട, കുറച്ച് മതി. നമ്മുടെ ഫേസിലത്തേക്ക് നെക്കിലത്തേക്ക് വേണ്ട അത്ര മാത്രം മതി. ഇതാ കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹണി. ഇത് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത് വെച്ചിരിക്കുന്ന ഹണിയാണ്, അതുകൊണ്ടാണ് ഇത്ര ചെറിയ ബോട്ടിൽ. കുറച്ച് ഹണി. ഇനി നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടർ എൻ്റെ തീരാറായി ഗൈസ്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം റോസ് വാട്ടർ ഉള്ളത് മിക്സ് ചെയ്ത് നോക്കാം. ഓവറായി പോണെങ്കിൽ ഇങ്ങോട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസിയാണ്, അങ്ങനെയാണ് വേണ്ടത് സ്ക്രബല്ലേ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹണി ഇട്ടത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഫേസ് ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുകാനുള്ള ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇച്ചിരി റോസ് വാട്ടർ ഒന്ന് ആഡ് ചെയ്തെടുത്ത് അതിനാണ് ആദ്യം കുറച്ച് റോസ് വാട്ടർ എടുത്തത്. മനസ്സിലായി? ബുദ്ധി വേണം ഗൈസ്, ബുദ്ധി. ഇച്ചിരി ബുദ്ധി കൂടിയതിന് കുഴപ്പം വേണ്ടിയുണ്ടോ? കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട്
ഇപ്പൊ തന്നെ ഈ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പം നിങ്ങൾ കുറച്ച് വെള്ളം ഇതാക്കി ഒന്നും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ കേസ്, അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ എൻ്റെ ഫേസിലെ ഡിഫറൻസ് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. നമുക്കിനി ഒരു ഫേസ് പാക്കും കൂടി ഇടാം. ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഓയിൽസ് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഗൈസ്, അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ഞാൻ തൈരും എടുത്തിട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം കട്ടി തൈരാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ഭയങ്കര കൺസിസ്റ്റൻസി ആയിട്ട് ഗൈസ്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള എടുക്കണം. ഇത് ഭയങ്കര ഇതാണ്, കണ്ട ഭയങ്കര തിക്കായി. കുഴപ്പമില്ല, നമ്മളെ മനസ്സിലായി. നേരത്തെ കണ്ട സെയിം പ്രയത്നം. അപ്പം അതേ ഗൈസ്, ഞാൻ കയ്യിലിട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം. നോർമലി ഒരു 15 തൊട്ട് 20 മിനിറ്റ് അത്ര വരെ മതി. മിനിറ്റാണ് സെക്കൻഡാണ്? മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ,
അപ്പം നമുക്ക് തുടങ്ങിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഞാനിത് ഉണങ്ങാൻ വേണ്ടി വച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് അത്രയൊക്കെ ആയി കാണും. മതി, എനിക്ക് സമയമില്ല. അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെള്ളം ഒന്ന് നനച്ച് മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ, എങ്കിലാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാവുക. പിന്നെ ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്നുകൂടെ മുഖം കഴുകാറുണ്ട്, കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. സോ അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം. ഗൈസ്, ഞാനപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും നേരത്തെ ഒരു ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ ഫേസിനെക്കാട്ടി ഇപ്പോഴത്തെ ഫേസ് നല്ല ചേഞ്ച് ഇല്ലേ, ഒരു ബ്രൈറ്റൺ ആയിട്ടില്ലേ. അതുപോലെ എൻ്റെ കൈയുടെ ഡിഫറൻസ് ഉണ്ടോ, ഹാൻഡ് ഡിഫറൻസ് ഉണ്ടോ, ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ കൈ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. പക്ഷെ ഞാൻ മോയ്സ്ചറൈസർ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ ഐസ് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. സോ ഞാൻ മോയ്സ്ചറൈസർ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.